പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, അവിടുത്തെ വലിയ സ്നേഹ കൂട്ടായ്മയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ ഒരുമിച്ച് ചേർത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ യോഗ്യതയാൽ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും വന്ന് നിറയണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആഞ്ഞു വീശണമേ, കൊടുങ്കാറ്റ് പോലെ വീശണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക്, കുടുംബത്തിലേക്ക്, ഓരോ അവസ്ഥകളിലേക്കും പരിശുദ്ധാത്മാവെ അതിശക്തമായിട്ട് അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും വേണ്ട രക്ഷയ്ക്കും വിടുതലിനും സൗഖ്യത്തിനും സമാധാനത്തിനും വേണ്ട കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവമക്കളെ, നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോടും നിങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കർത്താവിൻ്റെ വചനത്തോടും കർത്താവിൻ്റെ കരുണയോടും ചേർത്ത് വച്ചുകൊണ്ട് കർത്താവ് നമുക്ക് തന്ന രക്ഷ കൈവരിക്കാൻ വേണ്ടി അതിദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളിന്ന് സമയം കിട്ടുമ്പോൾ 107-ാം സങ്കീർത്തനം നിങ്ങളിത് വായിക്കണം. ഹെഡിങ് ഇതാണ്, രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞത. അവിടെ നമ്മൾ 3-4 പല സ്ഥലത്ത് വായിക്കുന്നുണ്ട്. അവിടെ 6-ാമത്തെ വചനം വായിക്കാണ്, കർത്താവിനെ, ഞങ്ങളുടെ കഷ്ടതയിൽ ഞങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു. വീണ്ടും 13-ാമത്തെ വചനം വായിക്കാണ്, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷിച്ചു. വീണ്ടും നമ്മൾ വായിക്കാണ് 19-ാമത്തെ വചനം, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷിച്ചു. വീണ്ടും 28-ാമത്തെ വചനം പറയാ, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിച്ചു. ഈ ഒത്തിരി കഷ്ടതകൾ കടന്നു വന്നപ്പോ, ദുഃഖഭാരങ്ങൾ കടന്നു വന്നപ്പോ അവർ എളിമപ്പെട്ട്, അതിന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ദൈവത്തെ വിട്ടു, പാപം ചെയ്തു, പാപകരമായ വഴികൾ പിന്തുടർന്ന് അവര് ഒത്തിരിയേറെ രോഗത്തിലേക്ക് വന്നു, തകർച്ചയിലേക്ക് വന്നു, ശത്രുക്കൾ കീഴടക്കി. അങ്ങനെ നശിച്ച് അടങ്ങിപ്പോയ ആ ജനം, അവര് കഷ്ടത കടന്നു വന്നു, തകർച്ചകൾ കടന്നു വന്നു. അപ്പോൾ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മെ രക്ഷിക്കുന്ന, നമ്മെ വീണ്ടെടുക്കുന്ന ഏത് അവസ്ഥയിൽ നിന്നും, ഏത് ഞെരുക്കത്തിൽ നിന്നും, ഏത് തകർച്ചയിൽ നിന്നും, ഏത് ശാപത്തിൽ നിന്നും, ഏത് പാപക്കെട്ട് ബന്ധനത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നവനാണ്, നമ്മെ വിടുവിക്കുന്ന, നമ്മെ രക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിക്കുക, വിളിച്ചപേക്ഷിക്കുക, കർത്താവ് ഇടപെടും. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ തകർച്ചയ്ക്കുമുള്ള കാരണങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവ് നമ്മോട് വലിയ കരുണ കാണിക്കുന്ന പുണ്യദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ അതുപോലെ ഇടപെടുകയാണ്. നമ്മൾ ഇന്ന് ധ്യാനിച്ച് ചിന്തിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മേഖല നമ്മുടെ കുടുംബത്തിലെ പാപങ്ങളുടെ മേഖലയാണ്. നമ്മുടെ പൂർവികരായിട്ട് കടന്നു വന്ന പാപത്തിന്റെ മേഖല, അത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ കുടുംബത്തിന്റെ അവകാശം പോലെ, അല്ലെങ്കിൽ പിശാചിന് അവകാശപ്പെടാനും കെട്ടിപ്പൂട്ടി ബന്ധിച്ചിടാനും സാധിക്കുന്ന വിധത്തിൽ ഒത്തിരി ആധിപത്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ചില കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അപ്പൻ മദ്യപാനി, അപ്പൻ്റെ അപ്പന് മദ്യപാനി, അപ്പൻ്റെ അപ്പൻ്റെ അപ്പന് മദ്യപാനി, അല്ലെങ്കിൽ അമ്മയുടെ അപ്പൻ, അങ്ങനെ ചില പാപത്തിന്റെ മേഖല. ഇന്ന് മകൻ മദ്യപാനി, കുടുംബത്തിലെ മദ്യപാനത്തിന്റെ പാപത്തിന്റെ ശക്തി അതിശക്തമായിട്ട് ആധിപത്യം പുലർത്തിയിരിക്കുന്ന അവസ്ഥ. അച്ഛൻ പലവട്ടം പറയാറുണ്ട്, ഓരോ പാപത്തിന്റെ പിന്നിലും ഒരാത്മാവുണ്ട്. ഈ ആത്മാവാണ് ആ കുടുംബത്തിന്, ആ കുടുംബാംഗങ്ങൾക്ക്, തലമുറകൾക്ക് ജീവൻ നൽകുന്നത്. ചിലപ്പോൾ വ്യഭിചാരം, അവിഹിത ബന്ധം, മിശ്ര വിവാഹം, അല്ലെങ്കിൽ ദാമ്പത്യ അവിശ്വസ്തത, ഒത്തിരിയേറെ നശിച്ച ജീവിതങ്ങള്, ലഹരിയുടെ മേഖലകള്, തെറ്റായ കൂട്ടുകെട്ടുകള്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് പാപത്തിന്റെ അവസ്ഥയാണോ നമ്മുടെ കുടുംബത്തിൽ വന്ന് പെട്ടുകിടക്കുന്നത്, ആ പാപശക്തി, അതിന്റെ ശാപശക്തി, അതിലൂടെ കടന്നു വന്ന പൈശാചിക ശക്തി നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന സത്യം
ഇത് ഇന്ന് പല കുടുംബങ്ങളും അനുഭവിക്കുന്നുണ്ട്. ദിവസങ്ങളൊക്കെ അനേകം മക്കൾ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ മകൻ മദ്യപാനിയാണ് അച്ഛ, ലഹരിയാണ് അച്ഛ, അനുസരിക്കത്തില്ല അച്ഛ, കല്യാണം നടന്നിട്ടില്ല അച്ഛ, ഇങ്ങനെ വിശേഷങ്ങൾ പറയാൻ ചോദിക്കും. അവൻ്റെ അപ്പൻ എങ്ങനെയുണ്ട്, അവൻ്റെ കുടുംബം എങ്ങനെ, നിങ്ങളുടെ കുടുംബം എങ്ങനെയുണ്ട്, നിങ്ങളുടെ പാരമ്പര്യം എങ്ങനെ? അഭിക്കുമാറില്ലെന്ന് പറയും, അപ്പൻ മദ്യപാനി അച്ഛ, കുടുംബത്തിൽ മദ്യപാനത്തിന്റെ ഒരു ചരിത്രമാണ് അച്ഛ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജീവിതങ്ങളാ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കണം. നമ്മുടെ കുടുംബത്തിലുള്ള പാപത്തിന്റെ, അതിൻ്റെ അനന്തര ഫലങ്ങളായ ശാപത്തിന്റെ, അതിൻ്റെ പൈശാചിക അവകാശങ്ങള്, പാപത്തിലൂടെ പിശാച് നമ്മുടെ കുടുംബത്തിന്റെ മേൽ പിടിമുറുക്കുക. ഈശോ അതിൽ നിന്ന് മോചിപ്പിക്കാനല്ലേ മക്കളെ നമ്മുടെ ഇടയിലേക്ക് വന്നേ. നമ്മളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കണമെന്നേ ദൈവത്തിന് ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടി പിതാവായ ദൈവം യോഹന്നാൻ 3:16 ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ തന്നു കഴിഞ്ഞു. അവന്റെ പാപപരിഹാര ബലി നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം ധ്യാനിച്ചു. പാപത്തെയും ശാപത്തെയും മരണത്തെയും കടങ്ങളെയും പിശാചിനെയും ഒരു ആധിപത്യങ്ങളും തകർത്തെറിഞ്ഞ് കൊളോസ്യോസ് 2:14-15 അത്ഭുതകരമായ രക്ഷാകര ശക്തിയാൽ നമ്മെ മോചിപ്പിച്ച കർത്താവിന്റെ കരുണയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പാപമേഖലകളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ കുടുംബത്തിൽ ഇന്നൊരു തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ, ഒരു അവസ്ഥ നേരിടുന്നുണ്ടെങ്കിൽ, ഒരു പൈശാചിക പീഡ നേരിടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. സമാനമായ സംഭവങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട പിശാചിന് ലഭിച്ച അവകാശങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ട സ്വാധീനങ്ങളോ ശാപങ്ങളോ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നുണ്ട്. പരിശോധിക്കുക. അറിയാമെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കുമ്പസാരത്തില് പരിഹാര ബലിയില് നമ്മൾ അവസാനിപ്പിക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടെടുക്കുക. ഇനി ഇല്ലെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവ് എൻ്റെ കുടുംബ വൃക്ഷത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പൊ ഞങ്ങൾ നേരിടുന്ന ഈ അവസ്ഥ അങ്ങേക്കറിയാലോ. എളിമപ്പെട്ട് നമ്മൾ നമ്മെ തന്നെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കർമ്മപ്പെടുത്തി അതോടൊപ്പം തന്നെ പാപപരിഹാര ബലി അർപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ഏറ്റുപറയാത്ത പാപങ്ങൾ ഏതെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ പാപം ചെയ്ത ഏതെങ്കിലും പൂർവികർക്ക് നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പാപങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ അവശേഷിക്കപ്പെട്ട് ഇന്ന് ഞങ്ങളെ സ്വാധീനിക്കാനോ തടസ്സപ്പെടുത്താനോ പറ്റുന്ന വിധത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, അങ്ങ് കരുണയായിരുന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, തലമുറയിൽ നിന്ന്, പാരമ്പര്യത്തിൽ നിന്ന് അതിലൂടെ കടന്നു വന്ന ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ വീട്, പിടിക്കുന്ന മണ്ണ്, സാമ്പത്തിക മേഖല, ശരീരം, കുടുംബജീവിതം എല്ലാത്തിൽ നിന്ന് അതിൻ്റെ സ്വാധീനങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് അതിശക്തമായിട്ട് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. മക്കൾക്ക് ജോലി കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, മക്കളുണ്ടാകുന്നില്ല, കുടുംബത്തിൽ സമാധാനമില്ല, മാറാ രോഗങ്ങള് അല്ലെങ്കിൽ ദുശീലങ്ങള്, എത്ര ആഗ്രഹിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില തർക്കദോഷങ്ങള്, ജടിക പാപങ്ങള്, അവിഹിത ബന്ധങ്ങള്, അതിൽ നിന്നുരുത്തിരിയുന്ന നാശം, തകർച്ച, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ഒരു പാപത്തിന്റെ സ്വാധീനവും പാപത്തിന്റെ അനന്തര ഫലങ്ങൾ നമുക്കറിയാം, ഒത്തിരിയേറെയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ കരുണയിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. ഇനി കൂദാശയില്ലാതെ ജീവിച്ച ജീവിതങ്ങൾ, ദൈവബന്ധമില്ലാതെ, വിശുദ്ധ കുർബാനയില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ജടിക പാപങ്ങള്, മ്ലേച്ഛമായ ജീവിതങ്ങള്, ഒരു ദൈവികമായ ചൈതന്യമില്ലാതെ ദൈവത്തെ പാടയെ മറന്ന് ജീവിച്ച ജീവിതങ്ങൾ, അതൊക്കെ നമ്മുടെ കുടുംബത്തെയും തലമുറയെയും ജീവിതത്തെയൊക്കെ ഇതുപോലെ സ്വാധീനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഏറ്റവും ആശ്വാസം നമ്മെ രക്ഷിക്കുവാൻ, നമ്മളാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച കർത്താവാണ് മക്കളെ നമ്മുടെ ഏക ആശ്വാസം, നമ്മുടെ ഏക രക്ഷകൻ. അതല്ലേ കർത്താവ് പറഞ്ഞ്, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. രക്ഷ പ്രാപിക്കാൻ അത് മനസ്സിലാക്കി അറിഞ്ഞ് എപ്പോഴും പറയും, കർത്താവിന്റെ കുരിശിലെ ബലി, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, അത് നമ്മുടെ രക്ഷയാണ് മക്കളെ. അതറിഞ്ഞ് കർത്താവിനെ സ്വീകരിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പാപപരിഹാര ബലി അർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കി നമ്മുടെ കുടുംബത്തെ ഈ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. അനേകം, ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ, അനേകം കുടുംബങ്ങൾ കണ്ണീരോടെ വിളിക്കുമ്പോൾ ഈ സമാനമായ പാപത്തിന്റെ മേഖല കുടുംബത്തിൽ നിറഞ്ഞ് കമിഞ്ഞ് കിടക്കുന്ന ഒരു വലിയൊരു അവസ്ഥയുണ്ട്, മേഖലയുണ്ട്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ ജീവിച്ചിരിക്കുന്ന മക്കളെ ശക്തമായി പ്രാർത്ഥിക്കുക. ഇനി ആരെങ്കിലും കുടുംബത്തില് ഈശോയിലേക്ക് അടുക്കാൻ പോലും പറ്റാത്ത വിധം പാപത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ഈ മേഖലകളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന മക്കള് സമർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് വിടുവിക്കണം പാപശക്തിയെ, അല്ലെങ്കിൽ ശാപശക്തിയെ, അതിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങളുടെ ഈ മക്കളെ, ഞങ്ങളുടെ ഈ തലമുറയെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങ് വീണ്ടെടുക്കണം, രക്ഷിക്കണം, കരുണ കാണിക്കണമെന്ന് നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കും മക്കളെ. ദിവസങ്ങളൊക്കെ നമ്മുടെ കുടുംബങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ദിവസങ്ങളാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മേഖലകളും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ആരാധനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കൾ, നിങ്ങൾ കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന നിയോഗം വെച്ച് അർപ്പിക്കണം, ദിവ്യകാരന് മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം, ദൈവ കരുണയ്ക്ക് വേണ്ടി കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. തിരുരക്തത്തിന്റെ മാസമാണ്. തിരുരക്തത്തിന്റെ ജപമാല നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്ന തിരുരക്തത്തിന്റെ ജപമാല, ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യത അവകാശപ്പെട്ട്, അവിടുത്തെ രക്തത്തെ അവകാശപ്പെട്ട് ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കണം മക്കളെ. തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മോട് കരുണ കാണിക്കുക. അപ്പൊ തിരുരക്തത്തിന്റെ ജപമാല എല്ലാവരും നിർബന്ധമായിട്ടും കൂടണം. നിങ്ങളുടെ വീട്ടിൽ വയ്ക്കണം, ഉച്ചത്തിൽ വയ്ക്കണം. നിങ്ങളുടെ വീട്ടില് ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന് ആഗ്രഹിച്ച് വലിയ ദാഹത്തോടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ജൂലൈ മാസം നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ കർത്താവ് അർപ്പിച്ച ബലിയുടെ യോഗ്യതയും അവിടുന്ന് ചിന്തിയ പാപ പരിഹാരത്തിന്റെ രക്തവും തിരുരക്തവും നമുക്ക് കാരണമാകട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കട്ടെ മക്കളെ. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാനം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ താമസ ധ്യാനം അതിശക്തമായ അഭിഷേകത്തോടെ ധ്യാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്നത്തെ അഭിഷേക പ്രാർത്ഥനയിലും വിടുതൽ പ്രാർത്ഥനയിലും ശക്തീകരണത്തിന്റെ പ്രാർത്ഥനയിലും വന്നിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടാനും അതിലൂടെ നമ്മളും നിങ്ങളും അനുഗ്രഹിക്കപ്പെടാനും ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മോട് കരുണ കാണിക്കും, നമ്മെ അനുഗ്രഹിക്കും മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള പാപങ്ങൾ ഏറെയാണ്. അറിഞ്ഞും അറിയാതെ ഞങ്ങളുടെ പൂർവീകര്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര്, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായിട്ടുള്ള ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ചെയ്തുപോയ നിരവധിയായ പാപങ്ങൾ, പ്രമാണ ലംഘനങ്ങൾ, വചനവിരുദ്ധ ജീവിതങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാതെ ജീവിച്ചതിൻ്റെ ഒത്തിരിയേറെ പൈശാചിക അടിമത്തങ്ങൾ, പിശാചിന് ഞങ്ങളുടെ മേൽ ആധിപത്യം കിട്ടാനും ഞങ്ങളുടെ കുടുംബത്തിന് മേൽ അവകാശം കിട്ടാനും കാരണമായ ഒത്തിരിയേറെ പാപങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മദ്യപാനത്തിന്റെ, ജഡിക പാപത്തിന്റെ, അവിഹിത ബന്ധത്തിന്റെ, ദാമ്പത്യ അവിശ്വസ്തതയുടെ, അനുസരണക്കേടിന്റെ ഒത്തിരിയേറെ തിന്മകൾ ചെയ്ത്, അകൃത്യങ്ങൾ ചെയ്ത്, കർത്താവെ, അങ്ങയെപ്പോലും മറന്ന് കുദാശയില്ലാതെ ജീവിച്ച് വെറും ജഡികരായിട്ട് പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളും പലപ്പോഴും അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എല്ലാ പാപശക്തികളെയും എല്ലാ ശാപശക്തികളെയും അതിലൂടെ പിശാചിന് ലഭിച്ച നിയമപരമായ എല്ലാ അവകാശങ്ങളെയും അവസാനിപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങയിലേക്ക് അടുക്കാൻ പറ്റാത്തവരുണ്ട്, ജീവിച്ചിരിക്കുന്നവര്, പാപത്തിൽ ജീവിക്കുന്നവരുണ്ട്, ദുശീലത്തിൽ പെട്ടുപോയവരുണ്ട്, മദ്യപാനത്തിന്റെ ലഹരിക്ക് അടിമപ്പെട്ടു പോയവരുണ്ട്. കർത്താവെ, എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയെ, അങ്ങല്ലാതെ ഞങ്ങൾ നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. അങ്ങയുടെ ബലിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത രക്ഷാകര സഹനങ്ങളിലേക്ക്, അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിലേക്ക്, അങ്ങേറ്റ തിരുമുറിവുകളിലേക്ക്, അങ്ങയുടെ കുരിശു മരണത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ പാപങ്ങളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ അറിയാത്ത പാപങ്ങളുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏറ്റുപറയാത്ത പാപങ്ങളുണ്ട്. കർത്താവ്, അങ്ങേക്കെല്ലാം അറിയാമല്ലോ, അങ്ങേക്കെല്ലാം അറിയാം. ഈശോയെ, ഈ സമയം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക്, അങ്ങയുടെ തിരുമുറിവുകളിലേക്ക്, അങ്ങയുടെ കുരിശുമരണത്തിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതയാൽ
കർത്താവെ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും തലമുറയോടും കരുണയായിരിക്കണമേ എന്ന് ഏറ്റവും എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ വീടിരിക്കുന്ന മണ്ണിനെ, നമ്മുടെ സാമ്പത്തിക ജോലി മേഖലകളെ, ഉപജീവന മാർഗങ്ങളെ എല്ലാം സമർപ്പിക്കാം. കുടുംബത്തിന്റെ പാപത്തിന്റെ ശക്തികൾ എവിടെയൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അറിയാത്ത മേഖലകളുണ്ട്, എന്നാൽ ഈശോയ്ക്ക് എല്ലാം അറിയാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ പരമേൽപ്പിക്കാം. ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. മക്കളെ, കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് തിരിച്ചു പിടിച്ച് ഞങ്ങൾക്ക് അങ്ങ് തരണം. 1 പത്രോസ് 1:18 പിതാക്കന്മാരുടെ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കളങ്കമോ കറയോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലെയുള്ള യേശു ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ട് അത്രയും അരുളി ചെയ്തുകൊണ്ട് ഞങ്ങളെ വീണ്ടെടുക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങ് വീണ്ടെടുത്ത് അങ്ങ് തിരിച്ചു പിടിക്കണം. കൃപയുടെ ഭവനമാക്കി, വിശുദ്ധിയുടെ ഭവനമാക്കി, വചനത്തിന്റെ ശക്തിയുടെ അടിസ്ഥാനമാക്കി, ദിവ്യകാരുണ്യത്തിന്റെ അഭിഷേകത്താൽ നിറച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ അടിമത്വത്തിൽ നിന്നും പിശാചിന്റെ പിടിയിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പാപത്തിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേല്, തലമുറയുടെ മേല്, പാരമ്പര്യത്തിന്റെ മേല്, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ മേല് അവകാശം ലഭിച്ച പൈശാചിക ശക്തികളെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ തലമുറയെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറയെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് തിരുരക്തത്താൽ വീണ്ടെടുത്ത് കുരിശുമന ശക്തിയാൽ വിടുവിച്ച് ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി കർത്താവ് അങ്ങയുടെ കുരിശിന്റെ ബലിയുടെ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും പ്രകടമാക്കണമേ. ഞങ്ങളെ വീണ്ടെടുക്കണമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ, ഞങ്ങൾക്ക് ജീവൻ നൽകണമേ. അങ്ങയുടെ മക്കളെ അങ്ങ് രക്ഷിച്ച് വീണ്ടെടുത്ത് നിവർത്തി നിർത്തണമേ. ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാ അവസ്ഥകളോടും കൂടി നമുക്ക് പരമേൽപ്പിക്കാം. കർത്താവിന്റെ അതിശക്തമായ ഇടപെടല് നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഈശോ തരികയാണ്, നമ്മെ വീണ്ടെടുക്കുകയാണ്. ആ കരുണയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മെ, നമ്മുടെ കുടുംബത്തെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ വരങ്ങളും കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും അങ്ങ് വീണ്ടെടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകാര്യങ്ങളും ഉയർത്തി നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അടുത്ത ധ്യാനം
17-ാം തീയതി മുതൽ 19-ാം തീയതി വരെയാണ്. ബുക്കിംഗ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ സാധിക്കുന്ന മക്കളൊക്കെ ധ്യാനത്തിൽ കൂടുക. പ്രത്യേക ദിവസങ്ങളിൽ കുടുംബവൃക്ഷത്തിൻ്റെ മേഖലകളുടെ മേൽ നമ്മുടെ മക്കളെ തിരിച്ചു പിടിക്കാൻ, കുടുംബങ്ങളെ തിരിച്ചു പിടിക്കാൻ, പാപത്തിൻ്റെയും സാത്താൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഉപസാരിച്ച് പാപപരിഹാരം ബലിയർപ്പിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് കുടുംബങ്ങളെ സുഖപ്പെടുത്താനൊക്കെ വേണ്ടി നമ്മെ സഹായിക്കുന്ന ശക്തീകരണ വിടുതൽ ധ്യാനമാണ് കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും അതിലേക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. നേരത്തെ കുട്ടിയൊക്കെ ബുക്ക് ചെയ്യുക. പ്രത്യേകം അനേക മക്കൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ പ്രാർത്ഥന ആവശ്യമുള്ള അനേകം മക്കളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോ ബലിയർപ്പിച്ചോ കർത്താവ് നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കും. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേ. അച്ഛൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.